ഇതിലായിരിക്കുന്ന ദേവദാസന്മാർക്കും ശേഷം എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന സങ്കീർത്തനം 19. നമ്മൾ വായിച്ചതുപോലെ ദൈവത്തിൻ്റെ പ്രവൃത്തിയിലുള്ള ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ പറയുന്ന കവിതാ രീതി പോലെ ഈ അധ്യായം മുഴുവൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷും മലയാളം മാറി മാറി വായിച്ചപ്പോൾ എനിക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആദ്യത്തെ ഭാഗം ആകാശങ്ങളിലൊക്കെ കാണുന്ന ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച്, ആകാശത്തിൽ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തെ മനസ്സിലാക്കാൻ കഴിയുന്നു. അതൊക്കെ ആദ്യത്തെ ഒരു 6 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത്തെ വാക്യം വായിക്കുന്നു: ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. നമുക്ക് ആകാശത്തിൻ്റെ മഹത്വത്തെ മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ രാത്രി നമ്മൾ ആകാശത്തേക്ക് നോക്കിയാൽ മതി. അനേകം നക്ഷത്രങ്ങൾ ഒക്കെ ദൈവം നമുക്ക് വേണ്ടി ഉണ്ടാക്കി വച്ചിരിക്കുന്നു. അതിനെ ഓരോ നക്ഷത്രത്തിനെയും അതാത് പേര് വെച്ചിട്ട് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു. ഈ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര നക്ഷത്രങ്ങൾ ഈ ഭൂമിയിലുണ്ട്, ഭൂമിയിൽ ശൂന്യാകാശത്തുണ്ട്. ഒരു ദിവസത്തിൽ തന്നെ 275 മില്യൺ നക്ഷത്രങ്ങൾ ജനിക്കുന്നുണ്ട്, അതുപോലെ നശിച്ചു പോകുന്നുണ്ട്. ഈ നക്ഷത്രങ്ങളൊക്കെ എന്തിനാണ് ഉണ്ടാക്കിയേക്കണത് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ നമുക്ക് അതിനൊക്കെ ഉണ്ടാക്കിയ ദൈവം എത്ര വലിയവനാണ് നമുക്ക് മനസ്സിലാകാൻ നമുക്ക് കൂടുതൽ കഴിയും. ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഈ നമ്മുടെ ഭൂമിയുടെ സൈസ് മറ്റുള്ള വലിയ നക്ഷത്രങ്ങൾ വെച്ചിട്ട് എത്ര ചെറുതാണ് കാണിക്കുന്നത്. അതിൽ തുടക്കത്തിൽ നമുക്ക് ഭൂമിയെ കാണാം. ഭൂമി സൂര്യനായിട്ട് വെച്ച് നോക്കുമ്പോൾ ഒരു പൊടി പോലെ ഉണ്ടാവുള്ളൂ. പിന്നെ സൂര്യനേക്കാൾ എത്രയോ ഇരട്ടി വലുപ്പമുള്ള നക്ഷത്രങ്ങൾ പിന്നെ ആ വീഡിയോൻ്റെ അവസാനമാകുമ്പോൾ നമുക്ക് കാണുമ്പോൾ പിന്നെ ഭൂമിയെ കാണാനേ ഉണ്ടാവില്ല, ഒരു പൊടി പോലും ഉണ്ടാവില്ല. അത്രയും അതിനൊക്കെ ഉണ്ടാക്കിയ ദൈവം എത്രയോ വലുതാണെന്ന് ആലോചിക്കുമ്പോൾ എത്ര മഹത്വമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിനെ നമുക്ക് ഈ അടുത്ത 2 വാക്യം വായിക്കാം. പകൽ പകലിന് വാക്ക് പൊഴിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല. ഭൂമിയിലെല്ലായിടവും അതിൻ്റെ അളവുനൂലും ഭൂതലത്തിൻ്റെ അത്രത്തോളം അതിൻ്റെ വചനങ്ങളും ചെല്ലുന്നു. ഈ വരികളിൽ പറഞ്ഞിട്ടുള്ളത് അവർ ആകാശം സംസാരിക്കുന്നില്ല, എന്നാലും നമുക്ക് ആകാശത്തേക്ക് നോക്കുമ്പോൾ ആകാശം നമ്മളോട് സംസാരിക്കുന്ന പോലെ തോന്നും. അതായത് നമ്മുടെ ദൈവം എത്ര വലുതാന്ന് ഒക്കെ നമ്മളോട് സംസാരിക്കുന്ന പോലെ അങ്ങനെ തോന്നും. അങ്ങനെയാണ് ഇതിൻ്റെ അർത്ഥം എനിക്ക് വായിച്ചപ്പോൾ മനസ്സിലായത്. ഈ അധ്യായം എനിക്ക് വായിച്ചപ്പോൾ കൂടുതൽ എൻ്റെ ദൈവം എത്ര വലിയവനാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാൻ കുറേ പോയിന്റുകൾ നോക്കിയിട്ടുണ്ട്, പക്ഷെ പറയാനുള്ള ഇത് കിട്ടണില്ല. എത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു അലക്സ്. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. എടുത്ത എഫർട്ടിനായിട്ട് നന്ദി പറയുന്നു. സങ്കീർത്തനം എന്നോട് പറയാം എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ തന്നെ പറയാം എന്ന് ഒറ്റ വാക്കിൽ എന്നോട് പറഞ്ഞു. എങ്കിലും ആദ്യം ഇത്രത്തോളമൊക്കെ പറയാൻ അലക്സിനെ ദൈവം സഹായിച്ചുവല്ലോ. നമ്മളിൽ പലരും
അവസരം കിട്ടിയിട്ടും ഉപയോഗിക്കാത്തവരും, പിന്നെ ഇതിനേക്കാ അലക്സ് പറഞ്ഞു എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട്, പക്ഷേ വാക്കുകൾ കിട്ടുന്നില്ലെന്ന് താൻ വളരെ ശുദ്ധ ഹൃദയത്തോടെ ഓപ്പണായിട്ട് പറഞ്ഞു. അറിഞ്ഞിട്ടും എന്തൊക്കെ അറിയാമെന്നുള്ളൊരു ഭാവത്തോടെയോ അല്ലെങ്കിൽ ഇതിലും കൂടുതൽ ഞാൻ പറഞ്ഞാനേ എന്നൊക്കെ വിചാരിക്കുക, അതൊക്കെ വെറുതെയാണ്. സ്തോത്രം. ഇവിടെ നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയുള്ളൂ. ഇതിങ്ങനെ ഈ യൂത്ത് സൺഡേ നല്ലതാ, പാസ്റ്ററൊക്കെ എത്ര കഷ്ടപ്പെട്ടാണ് ഇങ്ങനെ വചനം ഉണ്ടാക്കുന്നതൊക്കെ പഠിക്കാനൊക്കെയുള്ളൊരു സാഹചര്യം കൂടിയാണ്. കാരണം ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ് ഈ പാസ്റ്റർ പണി. ഈ ആടുകൾ മാച്ച് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. നമ്മുടെ യൗവനക്കാർക്കും അതിൻ്റെയൊക്കെ ചെറിയ ഭാഗമായി തീരാൻ കഴിയുന്നതിൽ കർത്താവിന് സ്തോത്രം. തുടർന്നും നിങ്ങൾ ഒരുക്കത്തോടെ ആയിരിക്കണം. നിങ്ങൾ കർത്താവിൻ്റെ വചനം എത്രത്തോളം പഠിക്കുവാനും അത് ഗ്രഹിപ്പാനും മനസ്സിലാക്കുന്നുവോ അത്രത്തോളം സ്വർഗ്ഗം നിങ്ങളെ സഹായിക്കും. അബ്രഹാമിനോട് പറഞ്ഞത് എന്താണ്? നീ തല ഉയർത്തി നക്ഷത്രങ്ങളെ നോക്കാനാണ് പറഞ്ഞത് അല്ലേ? അത് എത്രത്തോളം നക്ഷത്രങ്ങളാണ്. എന്തിനാണ് നക്ഷത്രങ്ങളെ നോക്കാൻ പറഞ്ഞത്? അതിൻ്റെ പെരുപ്പവും അതിൻ്റെ മഹത്വവും ഏത് നിലയിലാണെന്ന് അബ്രഹാമിൻ്റെ കയ്യിൽ നിന്ന് ബൈനാക്കുലറോ അല്ലെങ്കിൽ എന്താണ് മുകളിലോട്ട് നോക്കാനുള്ള സംവിധാനങ്ങളോ ശാസ്ത്രമൊന്നും അത്ര വികസിച്ചിട്ടില്ലായിരുന്നു. അന്ന് ശാസ്ത്രമെന്നുള്ള കാര്യമേ ചിന്തിക്കാൻ പറ്റുകയില്ല. എങ്കിലും ദൈവം അങ്ങോട്ട് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ സങ്കീർത്തനത്തിൽ ഒത്തിരി കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി എന്താ അറിയാമോ? ദൈവം തൻ്റെ കരത്തിൻ്റെ ശക്തി കൊണ്ട് മെനഞ്ഞെടുത്ത താര ചന്ദ്ര ഗണങ്ങളെ ഒന്ന് നാം മനസ്സിലാക്കി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ആ മഹത്വത്തെ നമുക്ക് വർണ്ണിക്കാൻ ഇരുപ്പാൻ കഴിയുകയില്ല അല്ലേ? ഇതൊന്നും കേട്ടിട്ട് പാസ്റ്ററെ സ്റ്റാറിനൊക്കെ പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മുടെ കുട്ടികൾക്ക് സ്റ്റാറിനൊക്കെ പറ്റി നന്നായിട്ട് അറിയാം. അവർക്ക് സ്കൂളിൽ സ്റ്റാറുകൾ കിട്ടുന്നവരൊക്കെ ഉണ്ട് അല്ലേ? 5 സ്റ്റാർ ഉണ്ട്, പല ഗ്രേഡുകളുണ്ട്. നമ്മുടെ കുട്ടികൾ നന്നായിട്ട് അസൈൻമെൻ്റ് എഴുതി അവർക്ക് ടീച്ചേഴ്സ് സ്റ്റാർ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കും, 5 സ്റ്റാർ. അപ്പോൾ ഭയങ്കര മിടുക്കനായി 5 സ്റ്റാർ അല്ലേ? കർത്താവ് ഈ സ്റ്റാറൊക്കെ മുകളിൽ തൂക്കി വെച്ചിരിക്കുക. സ്തോത്രം. ഇത് കർത്താവിൻ്റെ ആ മഹത്വത്തെ, ആ ഗ്രേറ്റ്നെസ്സിനെ, ഗ്ലോറിയെ കാണിക്കാൻ വേണ്ടിയാണ്. അത് നമുക്ക് പല നിലയിലും ഉപകാരവുമാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ കർത്താവിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നത് മാത്രമല്ല, അലക്സ് വായിച്ച ആ സങ്കീർത്തനത്തിൻ്റെ 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് തുടർന്ന് സുരക്ഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ വചനത്തിൻ്റെ ആ പ്രാഗൽഭ്യത്തെ പറ്റി അവിടെ പ്രസ്താവിക്കുന്നുണ്ട്. സ്തോത്രം. 7-ാമത്തെ വചനം മുതൽ തിരുവചന ഭാഗങ്ങൾ താഴോട്ട് വായിച്ചാൽ 5 പ്രത്യേകതകൾ ദൈവവചനത്തെ പറ്റി അവിടെ കാണുന്നു. സ്തോത്രം. ഒന്ന് പറയുന്നത് യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്. കരങ്ങൾ ഉയർത്തി കർത്താവിനെന്ന് സ്തോത്രം പറഞ്ഞു. ഒക്കെ പറയുമ്പോൾ അങ്ങ് സ്തോത്രം പറഞ്ഞോണം. കാരണം തികവുള്ളതിൻ്റെ ഇംഗ്ലീഷ് പദം പെർഫെക്റ്റ് എന്ന. സ്തോത്രം. അതിനകത്തൊരു ചേർക്കലില്ല, ഒരു മായമില്ല അല്ലേ? പെട്ടെന്ന് മനസ്സിലായി നാം മേടിക്കുന്ന പലതിലും മായമുണ്ട് അല്ലേ? എന്തിനേറെ ഞാൻ പറയുന്ന പല കാര്യത്തിനകത്തും അല്പസ്വല്പം എരിവും പുളിപ്പൊക്കെ ചേർത്തായിരിക്കാം പറയുന്നത് നിങ്ങളെ പ്രീതിപ്പെടുത്തുവാൻ. പക്ഷെ കർത്താവിൻ്റെ വായിൽ നിന്ന് വരുന്ന ശബ്ദത്തിന് 100% ക്ലാരിറ്റിയുണ്ട്, പ്യൂരിറ്റിയുണ്ട്, നിർമ്മലതയുണ്ട്. അതിനകത്തൊരു കലർപ്പില്ല. അതുകൊണ്ട് ഭക്തൻ വിളിച്ചു പറയുക, സർവത്തെയും ചമച്ചവന്, അവൻ്റെ മഹത്വത്തിനു മാത്രമല്ല, അവൻ്റെ ശക്തിക്ക് മാത്രമല്ല, അവൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വചനത്തിനും തികവില്ലാതില്ല, അതിന്മേലും പൂർണ്ണതയുണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ സൃഷ്ടിപ്പിൽ പൂർണ്ണതയുണ്ടെങ്കിൽ സൃഷ്ടിപ്പാൻ അതരങ്ങളിൽ നിന്ന് പൊഴിഞ്ഞ വചനത്തിനും എന്തുണ്ട്? പെർഫെക്ഷൻ ഉണ്ടെന്ന് ദൈവവചനം നമ്മെ പറയുന്നു. അങ്ങനെയെങ്കിൽ ഈ പകൽ ഒരു കാര്യം ഉറപ്പിക്കാം, നിങ്ങൾ കരങ്ങളിൽ ഏന്തിയിരിക്കുന്ന, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവവചനം അത് പെർഫെക്റ്റ് ആണ്, അത് തികവുള്ളതാണ്. അത് മാറോട് ചേർത്ത് വച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിന്, യൗവനക്കാരെ, അതൊരു അനുഗ്രഹമാ. വള്ളിയോ പുള്ളിയോ മാറ്റാൻ പറ്റുകയില്ല, കൂട്ടാനോ ചേർക്കാനോ സാധിക്കുകയില്ല. കാരണം ഈ വചനം നമുക്ക് പേന പിടിച്ച് എന്തെങ്കിലുമൊക്കെ എഴുതി ചേർക്കുകയോ വെട്ടിക്കുറക്കുകയൊക്കെ ചെയ്യാമായിരിക്കാം മനുഷ്യന്റെ അല്പത്തരം കൊണ്ട്. പക്ഷേ ഈ വചനം സ്വർഗത്തിൽ എന്നേക്കും, ഒന്ന് പറഞ്ഞാട്ടെ,
ആ പുസ്തകമാ കയ്യിലുള്ളത്. ആമേൻ, സ്തോത്രം. പല വെറൈറ്റി പുസ്തകങ്ങൾ ഉണ്ടെങ്കിലും, ആമേൻ, പല വേർഷനുകൾ ഉണ്ടെങ്കിലും, ആമേൻ, ഒന്നിൽ കൂടുതൽ പുസ്തകങ്ങൾ ഉണ്ടെങ്കിലും ഇടയ്ക്ക് വായിച്ചോണം. ഈ പുസ്തകമാ ലോകത്തിൽ ഇതുവരെയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഓരോ പുസ്തകം. ആമേൻ. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഈ പുസ്തകം കരങ്ങളിലൊക്കെ എന്തി നടന്നു വായിക്കാറില്ലായിരുന്നു, തുറക്കാറില്ലായിരുന്നു. എന്നാൽ വായിച്ചപ്പോൾ സങ്കീർത്തനകാരൻ പറഞ്ഞതുപോലെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് ദൈവമേ നീ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ എന്നുള്ള തിരുവചന പ്രകാരം ആ ന്യായപ്രമാണം എന്ന് പറഞ്ഞ ദൈവവചനം, ആ പെർഫെക്റ്റ് ആയിരിക്കുന്ന ദൈവവചനം തുറന്നപ്പോൾ പെർഫെക്റ്റ് ആയിരിക്കുന്ന ദൈവത്തെ കൂടുതൽ അറിയാൻ കഴിഞ്ഞു. പാസ്റ്റർ പ്രസംഗിച്ചതുകൊണ്ട് ആ ദൈവത്തെ പെർഫെക്റ്റ് ആയിട്ട് അറിയാൻ ഒരു പക്ഷേ കഴിഞ്ഞൊന്നും വരികയില്ല. നിങ്ങൾക്ക് ദൈവത്തെ പറ്റി കൂടുതൽ അറിയണമോ? പെർഫെക്റ്റ് ആയിരിക്കുന്ന ദൈവവചനം വായിക്കൂ. ദൈവത്തെ കൂടുതൽ അറിയുവാൻ സെബാസ്റ്റ്യൻ പുന്നക്കലിന്റെയോ ആരിഫ് ഹുസൈന്റെയോ അല്ലെങ്കിൽ ജാമിദ ടീച്ചറുടെയോ കുറെ വീഡിയോ കണ്ടതുകൊണ്ടൊന്നും പെർഫെക്റ്റ് ആയി തീരണമെന്നില്ല. അനിൽ കോടിത്തോട്ടത്തിന്റെ ഒരു പ്രസംഗം കേട്ടത് കൊണ്ടോ UPF നമ്മൾ കൺവെൻഷന് കേട്ട പല പ്രസംഗങ്ങൾ കൊണ്ടോ ദൈവത്തെ പറ്റി പൂർണ്ണമായി അറിയണമെന്നില്ല. പക്ഷെ ദൈവത്തെ പറ്റി പൂർണ്ണമായി അറിയുവാൻ ആമേൻ ഒറ്റയൊരു പുസ്തകമേ ഉള്ളൂ. അത് നമ്മുടെ വേദ പുസ്തകമാ. അതുകൊണ്ടാണ് എഴുതി വെച്ചിരിക്കുന്നത് ആമേൻ അവന്റെ വചനം ആമേൻ തികവുള്ള വചനമാകുന്നു. അത് ഈ വചനത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഞാൻ ഒത്തിരി പറഞ്ഞാൽ കാര്യങ്ങൾ മുഴുവൻ പറയാൻ പറ്റുകയില്ല. ഈ തികവുള്ള വചനം എന്താ ചെയ്യുന്നത്? അത് പ്രാണൻ എന്ത് ചെയ്യുന്നു? തണുപ്പിക്കുന്നു. നല്ല ചൂടിൽ ഇരിക്കുന്ന സമയത്ത് നല്ല തണുത്ത മോരും വെള്ളം കിട്ടിയാൽ എന്തായിരിക്കും? ഞങ്ങൾക്ക് ഈ രാജസ്ഥാനില് ഈ മരുഭൂമി കൂടെ, അവിടെ മരുഭൂമിയിൽ നടന്നിട്ടില്ല, മരുഭൂമി കൂടെ തുടങ്ങുന്ന സ്ഥലം. അപ്പോൾ അത് ഈ മുട്ടക്കുന്നുകളും ചരൽ കുന്നുകളൊക്കെയാണ്. അതിങ്ങനെ കയറി ഇറങ്ങിയൊക്കെ പോകുമ്പോൾ ദീർഘദൂരം യാത്ര ചെയ്ത് 8-10 കിലോമീറ്റർ നടന്നു വേണം ഒരു ഗ്രാമത്തിലെത്താൻ. എൻ്റെ നല്ല ആ യൗവനത്തിൻ്റെ തിളപ്പിൽ ഞങ്ങളതൊന്നും വകവയ്ക്കാതെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇങ്ങനെ ചിന്തിക്കും, ദൈവമേ നാട്ടിലായിരുന്നുവെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ കട മൂലയ്ക്ക് എന്ത് ചെയ്യായിരുന്നു? കാണുമായിരുന്നു. അവിടെ നിന്ന് നല്ല അല്ലേ, നല്ല ഈ മടുക്കകത്ത് എന്ന് പറഞ്ഞാൽ എന്താ, നല്ല തണുത്ത ഈ മൺകലത്തിനകത്ത് വെച്ച മൂരൊക്കെ. ഇപ്പോഴൊന്നും അങ്ങനെ ഇല്ല. ഇപ്പം എല്ലാം കൊക്കക്കോളയും പെപ്സിയും ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. അങ്ങനെ കുടിച്ചവരുണ്ടോ? നല്ല മോരും വെള്ളം അതങ്ങോട്ട് കുടിച്ച് കഴിയുമ്പോൾ ഒരു തണുപ്പ് ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങി വരും. ചില അമ്മച്ചിമാരൊക്കെ വീട്ടിൽ ഉണ്ടാക്കുന്നുണ്ട്, ഞങ്ങളൊക്കെ കൂടെ വിളിച്ചോണം വല്ലപ്പോഴും. ചുമ്മാ പറഞ്ഞു മോരും വെള്ളം അല്ലേ, അത് ആ വേപ്പിൻ്റെ ഇലക്കിട്ട് ആ മണക്ക് അങ്ങോട്ട് വരുമ്പോൾ, ആ ഫ്രാഗ്രൻസ് ഒക്കെ വരുമ്പോൾ നല്ല സുഗന്ധമാണ്. ചിലവരൊക്കെ വെള്ളം ഇറക്കുന്നുണ്ട് എന്ന് പറയുന്നത്. അതങ്ങോട്ട് കഴിക്കുമ്പോൾ ഉള്ളം എന്ത് ചെയ്യുന്നു? ഒരു തണുപ്പ് നമ്മുടെ ഹൃദയത്തിൽ ആ ചൂടത്ത് വരുമ്പോൾ ഒരു തണുപ്പ്. ഈ ദൈവവചനത്തിന്റെ പ്രത്യേകതയാ ഭക്തനോട് എഴുതിയിരിക്കുന്നത് എന്താണ്? അത് പ്രാണനെ എന്ത് ചെയ്യുകയാണ്? തണുപ്പിക്കുന്നു. തികവുള്ളതിനാണ് തണുപ്പിക്കുവാൻ കഴിയുന്നത്. മായമുള്ളതിന് തണുപ്പിക്കുവാൻ കഴിയുകയില്ല, പ്രാണനെ നശിപ്പിക്കാനേ കഴിയുകയുള്ളൂ. കേട്ടോ, ആ ദൈവവചനത്തിന്റെ പ്രത്യേകത. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയിൽ ആമേൻ ഉള്ളം തണുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? ആമേൻ ഹൃദയ പരിശോധനയുടെ ജീവിതത്തിൽ ആമേൻ അഭിമുഖീകരിക്കുന്ന പ്രയാസത്തിന്റെ നടുവിൽ നിങ്ങളുടെ ഉള്ളങ്ങളെ തണുപ്പിക്കുവാൻ ഒരു പക്ഷേ എന്റെ വാദരങ്ങൾക്ക് കഴിയുകയില്ല, ഒരു ഡോക്ടർക്ക് കഴിഞ്ഞൊന്നും വരികയില്ല. പക്ഷെ അതിന് സാധിക്കുന്ന ഒന്നുണ്ട്, നിങ്ങളുടെ കരങ്ങളിൽ ഇരിക്കുന്ന ദൈവവചനത്തിന് നിങ്ങളുടെ ഉള്ളങ്ങളെ എന്ത് ചെയ്യുവാൻ കഴിയും? അത് തണുപ്പിക്കുവാൻ കഴിയും. കൂരിരുളിന്റെ താഴ്വരയാകട്ടെ, മരണത്തിന്റെ താഴ്വരയാകട്ടെ, പ്രതിസന്ധിയുടെ അനുഭവമാകട്ടെ, ജീവിതം വടിമുട്ടി എന്ന് തോന്നുമ്പോഴും അവിടെയൊക്കെ നിന്റെ ഉള്ളത്തിനകത്ത് ഒരു തണുപ്പിന്റെ അനുഭവം തരുവാൻ ഈ ദൈവത്തിന് കഴിയും. ആ കെരീത്തിന്റെ തോട്ടിലോട്ടൊന്ന് വന്ന് നോക്കി. സ്തോത്രം. തകർന്നവനായി താൻ നിൽക്കുകയാണ്. തൻ്റെ ജീവൻ പോകുവാൻ ചില നിമിഷങ്ങൾ, നാളെ സൂര്യോദയത്തിന് മുമ്പ് തൻ്റെ ജീവൻ പോകുമെന്ന് നിൽക്കുമ്പോഴും അവൻ മന്ദമായൊരു സ്വരം അവൻ്റെ കാതുകളിൽ കേൾക്കുകയാണ്, എലിയവേ നിനക്കെന്ത് കാര്യം ഇവിടെ? ആമേ, നിനക്ക് നീ ഒരു ദീർഘയാത്രയുണ്ടല്ലോ, എല്ലാം അവസാനിപ്പിച്ചെന്ന് ചിന്തിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ദൈവത്തിന്റെ വചനം പറയുന്നു, ഉള്ളം തണുപ്പിക്കുന്ന വചനം പറയുകയാ, അത് അവസാനിച്ചിട്ടില്ല. ആമേൻ, ഇവിടം കൊണ്ട് തീർന്നിട്ടില്ല. നിങ്ങൾക്ക് ഇനി ഒരു ദീർഘയാത്രയുണ്ട്. നിങ്ങൾക്ക് ഇനി ദൈവത്തിന് നിങ്ങളെ പറ്റി ചില പദ്ധതികളുണ്ട്.
ഇത് കേൾക്കുമ്പോൾ ദൈവത്തെ ആരാധിച്ചോണം, കാരണം ആത്മാവിലങ്ങ് പ്രതികരിച്ചോണം, കാരണം ഈ വചനം ഉള്ളം തണുപ്പിക്കുന്ന വചനമാ. ഇനി മറ്റൊരു പ്രത്യേകത നോക്കിയാൽ അടുത്ത വാക്യത്തിൽ എന്താണ്? അതിനോട് ചേർന്ന് വായിക്കുമ്പോൾ യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു. ആമേൻ, സ്തോത്രം. അത് ഇംഗ്ലീഷിലെ പ്രകാരമാണ്. കുഞ്ഞുങ്ങളുടെ കയ്യിലുണ്ടോ? The testimony of the Lord is simple. ആമേൻ, സ്തോത്രം. വിശ്വാസ്യമാകുന്നു എന്നാണ് ഇംഗ്ലീഷിൽ, മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്. The law of the Lord is perfect, restoring the soul. The testimony of the Lord is sure. ദൈവത്തിന്റെ സാക്ഷ്യം ഇംഗ്ലീഷിൽ കൃത്യമായിട്ടാണ് ഷുവർ. അത് ഷുവറാ. ദൈവം പറയുന്ന സാക്ഷ്യം ഷുവറാ. ദൈവം സാക്ഷ്യപ്പെടുത്ത ഒരുപാട് ജീവിതങ്ങൾ വേദപുസ്തകത്തിലുണ്ട് അല്ലേ? ഇയ്യോബിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, സ്തോത്രം. നോഹയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എന്ന് പറഞ്ഞാൽ ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സാക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനത്തെ അവിടെ പറയുന്നത്. അത് ഷുവറുള്ളത്, ആ ടെസ്റ്റ്. അതിന് മാറ്റമില്ലെന്നാണ് പറയുന്നത്. സ്തോത്രം. അത് വിശ്വാസ്യമാകുന്നു എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നു. ഇനി അത് എങ്ങനെ എന്താ ചെയ്യുന്നത്? അത് അല്പബുദ്ധികൾ എന്ത് ചെയ്യുന്നു? ഓ, സ്തോത്രം. അതെല്ലാ കുഞ്ഞുങ്ങളും പറഞ്ഞു. കാരണം ഞങ്ങൾ പരീക്ഷ എഴുതാൻ പോവുക, അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് അത് ഏറ്റെടുത്തു. പാസ്റ്ററെ, ഏത് ബ്ലസ്സിനെ ഏതാ? ബ്രൈറ്റ്സിനെ ഏതാണ്? ദൈവത്തിന്റെ വചനം. അത് അല്പബുദ്ധികളെ എന്ത് ചെയ്യുന്നു? കുഞ്ഞുങ്ങൾക്ക് യൗവനക്കാരൊക്കെ ഒന്ന് കാര്യങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞേ. ഒന്ന് അവകാശമായിട്ട് പറഞ്ഞു. ദൈവം കുഴപ്പമില്ല, ഞാൻ കൈ ഉയർത്തിയിൽ ആരെങ്കിലും കാണുമോ? അയ്യോ, കളിയാക്കുമോ? ഇത് വീഡിയോയിൽ വരുമ്പോൾ നിനക്കൊക്കെ വല്ല പണിയുണ്ടോ അവിടെ പോയിന്ന് കൈയും കാലൊക്കെ പൊക്കാൻ? ഞങ്ങളുടെ കൂടെ വാ. എന്നോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, നിനക്കൊക്കെ തലയ്ക്ക് വല്ല വട്ടുണ്ടോ എന്നാ ചോദിച്ചിരുന്നത്. പെന്തക്കോസ് പള്ളിയിൽ പോയിട്ട് കൈയടിച്ച് പാട്ട് പാടാൻ. അതുകൊണ്ട് പെന്തക്കോസ എന്ന് പറയാൻ വലിയ നാണക്കേടായിരുന്നു. പിന്നെ മനസ്സിലായത് ഇത് അല്പബുദ്ധികളെ. ഞാൻ പറഞ്ഞ കർത്താവേ, എനിക്ക് ബുദ്ധി അല്പമേ ഉള്ളൂ, ഇല്ലെന്ന്, ഒട്ടുമില്ലെന്ന് അങ്ങോട്ട് സമ്മതിച്ചു. ഈ വചനം നിന്നെ ജ്ഞാനിയാക്കി തീർക്കുന്ന വചനമാണ്. ജീവിതത്തിന്റെ യാത്രയിൽ കുഞ്ഞുങ്ങളെ പരീക്ഷ എഴുതുമ്പോഴോ ആമേൻ പലപ്പോഴും പക്വതയോടെ ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ട് അല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിൽ പഠിക്കേണ്ട കാര്യമാണ്. പക്വതയോടെ ഡിസിഷൻ എടുക്കണം. ചില കാര്യങ്ങൾക്ക് നോ എന്ന് പറയണം, ചില കാര്യങ്ങൾക്ക് ഏതാണ് എന്ത് പറയണം? യെസ് എന്ന് പറയണം. നോ അല്ലെങ്കിൽ യെസ് പറയണം. അതെങ്ങനെ പറയണമെന്ന് പപ്പായുടെയും മമ്മയുടെയും മുഖത്തേക്ക് എപ്പോഴും ഇങ്ങനെ നോക്കരുത്. അത് നിങ്ങൾ സെൽഫായിട്ട് പറയാനായിട്ട് എന്ത് ചെയ്യണം? സ്വയമായിട്ട് പറയാനായിട്ട് നിങ്ങൾ തീരുമാനിക്കണം ഇല്ലേ? ചില ഫ്രണ്ട്സിനോട് നോ, അല്ലെങ്കിൽ ചില വിഷയങ്ങളോട് നോ. വയറെല്ലാം നിറഞ്ഞ് ബിരിയാണി കഴിച്ച് ഇരിക്കുമ്പോൾ പിന്നെ ഒരു കൊടിമന്തി വന്നാൽ പിന്നെന്താ? നോ ഇത്രത്തോളമായി. എന്നാലും ഫാസ്റ്റ് നോ പറയാൻ പറ്റും. നോ പറഞ്ഞോളണം. ശരീരം നമ്മുടേതാ. ശരീരം ആരുടേതാ? നമ്മളുടേതാന്നുള്ള ചിന്ത വേണം കേട്ടോ, അല്ലേ? അതെ, ആൽവ്യം പറഞ്ഞു കറക്റ്റാ പാസ്റ്റേ. അതാ തലയാട്ടത്തോട്ട് മോൻ തലയാട്ടി. അപ്പോൾ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ചിലതിനോട് നോ പറയുവാൻ, ചിലതിനോട് യെസ് പറയുവാൻ, ചിലതിനെ സ്വീകരിക്കുവാൻ, ചിലതിനെ തള്ളുവാൻ ഒക്കെ നമുക്ക് എന്ത് വേണം കുഞ്ഞുങ്ങളെ? വിസ്ഡം, ദൈവത്തിന്റെ ജ്ഞാനം വേണം. ഇന്ന് യൂത്ത് ഡേ ആണ്. അപ്പോൾ ശ്രദ്ധിക്കണമേ, ഇത് വല്ലാത്ത ഒരു സാഹചര്യം ആണെന്ന് വേദപുസ്തകം പറയുന്നത്. ദുഷ്കാലമാകയാൽ എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് അല്ലേ? സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിലെ പേപ്പറുകളിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ കടന്നു വരുന്ന വാർത്തകൾ ഞാൻ പറയാതെ എന്നാൽ കൂടുതൽ നിങ്ങൾക്കറിയാം അല്ലേ? നമ്മുടെ ആരായിരുന്നു നെന്മാറയിലെ ആ പേര് മറന്നിട്ട് ചെന്താമര. അപ്പോൾ ചെന്താമര ആരോ സ്ത്രീയാണോ എന്ന് ആദ്യം ചോദിച്ചത്. അല്ല, അത് ഒരു സഹോദരന്റെ പേരാ. സ്തോത്രം. അദ്ദേഹത്തിന് ജ്ഞാനമില്ലാത്തത് കൊണ്ട് എന്തുണ്ടായി? അല്പജ്ഞാനം കൊണ്ട് 3 ജീവനുകൾ നഷ്ടപ്പെട്ടു. ആ സംഭവത്തിന് 2 ആഴ്ച മുന്നേ എറണാകുളത്ത് ഒരു സഹോദരൻ, ഒരു ചെറുപ്പക്കാരൻ എന്ത് ചെയ്തു? 3 ഇപ്പൊ 2ന്റെ കളിയെല്ലാം വിട്ട് 3-ലാണ് പിടിച്ചിരിക്കുന്നത്. ഒരു 2 വയസ്സായ കുഞ്ഞിനെ എന്ത് ചെയ്തു? അപ്പോൾ കേരളം കേട്ട് മരവിക്കാൻ തുടങ്ങി. ഇന്ന് അതൊരു വാർത്തയല്ലാതായി, അതൊരു ജീവിതത്തിന്റെ ഭാഗമായി തീർന്നു. ക്രിമിനൽ ആക്ടിവിറ്റീസ് കൂടി. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, എല്ലാ ഗവൺമെന്റ് ഒഫീഷ്യൽസും, നമ്മുടെ എല്ലാ വാട്സപ്പ് സ്റ്റാറ്റസും, നമ്മുടെ എല്ലാ ഫേസ്ബുക്ക് കവറേജും പറയുന്നൊരൊറ്റ കാരണമുണ്ട്: കേരളത്തിൽ മദ്യത്തിൻ്റെയും മയക്കമരുന്നിൻ്റെയും ലഭ്യത കൂടി, കുറഞ്ഞിട്ടില്ല, ഉപയോഗം ഡബിളായി മാറി. എന്നാൽ ഇത് പറയുന്നവരും ഇത് പോസ്റ്റ് ഇടുന്നവരും എന്ത് ചെയ്യുന്നില്ല? ഇത് കുറയ്ക്കാനുള്ളൊരു മാർഗം
തപ്പുന്നില്ല. പിന്നെ ഞങ്ങളെപ്പോലുള്ള ചില ഉപദേശിമാർ റോഡരികിൽ നിന്നിട്ട് പറയുന്നു മദ്യവും മയക്കമരുന്നും. അതിനിടയിൽ ഞങ്ങൾ അല്പം സുവിശേഷം പറയുന്നു മാത്രമേ ഉള്ളൂ. മദ്യവും മയക്കുമരുന്നും എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. മദ്യവും മയക്കുമരുന്നിന്റെ ദോഷവശങ്ങൾ നിങ്ങൾക്കറിയാം അല്ലേ? കഴിഞ്ഞ ദിവസമാണ് യൂട്യൂബിൽ നിങ്ങളെല്ലാവരും കണ്ടു എന്നറിയത്തില്ല വന്ന ഒരു വീഡിയോ. മലപ്പുറത്തുള്ള തോന്നുന്നു എനിക്ക്, മലപ്പുറം കണ്ണൂരുള്ള ഒരു യുവാവ്, ഒരു മുസ്ലിം യുവാവ് പറഞ്ഞു, 22 വയസ്സേ ഉള്ളൂ. അവൻ ഒരിക്കൽ പോലും ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ എന്തുണ്ടായി? താൻ അവരോട് കൂടെ അവർ കുടിക്കാൻ പോകുമ്പോൾ ഇദ്ദേഹത്തെ കൊണ്ടുപോകും. പക്ഷേ അദ്ദേഹം ഇതുവരെ മദ്യപിച്ചിട്ടില്ല, ബാറിൽ ഇതുവരെ കുടിച്ചിട്ടില്ല. പക്ഷെ ഒരു ദിവസം കോഴിക്കോട് ബീച്ചിൽ തൻ്റെ മറ്റ് 2 കൂട്ടുകാരുമായി പോയപ്പോൾ അവർ എന്തോ ഒരു പൊടി തൊട്ട് നക്കാൻ കൊടുത്തു. അവൻ ആ പൊടി തൊട്ട് നക്കിയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് വല്ലാത്ത ഒരു സുഖലോലിപിതയിലായിത്തീർന്നു. അവന് മനസ്സിൻ്റെ ഓളമൊക്കെ വെട്ടി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കണക്ഷൻ പോയി, കിളി പോയി, ഇങ്ങനെ പറന്നിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ കിളി പറന്നു പോയപ്പോൾ ഇവന് തോന്നി എല്ലാ ദിവസവും ഈ കിളിയില്ലാതെ ഇങ്ങനെ ജീവിച്ചാൽ നല്ല സുഖമാ. അപ്പോൾ അത് കിട്ടുവാൻ വേണ്ടിയുള്ള ആഗ്രഹമായി. അതിനുള്ള പണം, ഇനി അടുത്ത ഡോസ് വേണമെങ്കിൽ പൈസ വേണം. പൈസ എവിടെ നിന്ന് വരും? ആദ്യം വീട്ടിൽ നിന്ന് 5ഉം 10ഉം 25ഉം കൈക്കലാക്കാൻ തുടങ്ങി. പിന്നെ മമ്മിയുടെയും പപ്പായുടെയും ATM കാർഡിൽ നിന്നും അവരറിഞ്ഞും അറിയാതെയും ഒക്കെ ഒളിഞ്ഞും തെളിഞ്ഞും എന്തു ചെയ്തു? പൈസകൾ ഈ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി. അവസാനം എന്തു സംഭവിച്ചു? ഈ പൈസ തികയായതായപ്പോൾ അയൽപ്പക്കത്തെ വീടുകളിൽ നിന്ന് കവർച്ച നടത്തുവാൻ തുടങ്ങി. അങ്ങനെ അവർ പറഞ്ഞു, ഒത്തിരി കട്ടുപോയാൽ പോലീസ് പിടിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇതിന്റെ വിൽപ്പനക്കാരനായി നീ എന്ത് ചെയ്തോ? മാറിക്കൂ. അപ്പോൾ ഇതൊരു ഡബിൾ പണി, പൈസ ഉണ്ടാക്കാം. അങ്ങനെ ഈ യുവാവ് എന്ത് ചെയ്തു? ഇത് വിൽക്കുന്ന ഒരു ഏജന്റായി മാറി. അങ്ങനെ അദ്ദേഹം ഏജന്റായപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ആ വീഡിയോയിൽ പറയുന്നത് ഇപ്രകാരമാണ്: ഞാൻ ഈ മയക്കമരുന്ന് കൊണ്ട് പല വീടുകളിലും കൊടുക്കാൻ പോകാറുണ്ട്. അപ്പനും അമ്മയും ഒരുമിച്ചിരുന്ന് ഈ മയക്കമരുന്ന് അടിക്കുന്നു. നമ്മുടെ കൊച്ചു കേരളത്തിലാണ് അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. അപ്പനും അമ്മയും വീട്ടിലില്ലാത്ത സമയത്ത് സഹോദരനും സഹോദരിയും ഒരുമിച്ചിരുന്ന് ഇത് നുണയുന്നു. മുട്ടായി നുണയുന്ന പോലെ ഇതങ്ങ് നുണയാ. ഇനി അതല്ല, കോളേജിൽ പോകുന്ന കുട്ടികൾ ഇത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നു. ഹൈ ഒഫീഷ്യൽസിലായ ആളുകൾ മേടിക്കുന്നു. ഇതുവരെയും ആ വീടിന്റെ മുന്നിൽ ഒരു വണ്ടി വന്നിട്ടില്ല ഇവന്റെ വീടിന്റെ മുമ്പിൽ. പക്ഷെ ഇപ്പോൾ BMW-യും ഓടി കാറും ഒക്കെ ഇങ്ങനെ വന്ന് നിർത്തി പോകുക. കാരണം അവരൊക്കെ വലിയ വലിയ കസ്റ്റമേഴ്സ് ഇവന്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ വരിക വലിയ വലിയ വണ്ടികളിൽ. അങ്ങനെ ഇത് മേടിക്കുന്നു. ഇവൻ അല്പമായി പൈസ ഉണ്ടാകുന്നു. പൈസ വരുന്നു, ഇവന് ഫ്രീ ആയിട്ട് ചെറിയ ഡോസ് കിട്ടും. 0.05 മില്ലിഗ്രാം ആണ്. അതിന് 1500 രൂപയാ. നീ നാളെ പോയിട്ട് ചോദിക്കരുത് കേട്ടോ. പാസ്റ്റർ പറയും തെറ്റാ. സംശയമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊയ്ക്കാൻ മതി. പാസ്റ്റർ 1500 അല്ല 2000 ആണെന്ന് സംശയമുള്ളത് ഇല്ല എന്ന് പറയാൻ ആരും ഉപയോഗിക്കുന്നില്ല. ആഹാരത്തിൽ ഞാൻ പറഞ്ഞു. എനിവേ വിട്. അപ്പോൾ ഇത് ഒരു ഡോസ് അവന് ഉപയോഗിക്കാൻ കിട്ടും, പൈസയും കിട്ടുമെന്നുള്ള ആഗ്രഹത്തോടെ ഇത് വിൽപ്പനക്കാരനായി. അവസാനം ഇത് ഊരിപ്പോരുവാൻ പറ്റാത്ത നിലയിൽ ഒരു ഭ്രാന്തനുമായി. പൈസ വരുന്നു, പക്ഷെ ഇദ്ദേഹത്തിന്റെ സമനില തെറ്റിപ്പോയി. വീട്ടിൽ അവനെ ബന്ധിച്ചിട്ടു. അവസാനം അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി അവിടെ പൂട്ടിയിട്ടു. അങ്ങനെ 58 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം പുറത്തു വന്നു. അപ്പോൾ ഈ 58 ദിവസത്തിന് മുന്നമേ ഇവൻ നാട്ടുകാർക്ക് കൊള്ളാത്തവനായിരുന്നു. 5 പൈസ ചോദിച്ചാൽ ആരും കൊടുക്കുകയില്ല. ബൈക്കിൽ ഒരു ലിഫ്റ്റ് കൊടുക്കാൻ ആളില്ല. കാരണം ഇവൻ ആരാണ്? മയക്കുമരുന്ന് വിൽക്കുന്നവനാ. ഇവൻ എൻ്റെ വണ്ടിയിൽ കയറിയ പോലീസ് എന്നെയും കൂടെ പൊക്കും അല്ലേ? ശ്രദ്ധിക്കണേ. അങ്ങനെയുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ ഒരു കയ്യകലത്തിൽ നിൽക്കുന്നത് നല്ലതാ. അല്ലെങ്കിൽ കെണിയുമായി ഓരോ കാര്യങ്ങളുമുണ്ട്. കെണിയായിട്ട് ഓരോ കാര്യങ്ങളും വരും. ഹയർ സ്റ്റഡീസിന് ബാംഗ്ലൂരും കേരളവും വിട്ട് തൃശ്ശൂർ വിട്ട് പോകുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കണം. തൃശ്ശൂർ ഉള്ളവരും ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾക്ക് സംശയം തോന്നുന്ന ഒരു കാര്യവും നിങ്ങൾ മേടിച്ചു പിടിക്കരുത്. ഒരാര് തരുന്ന ഒരു പാക്കേജ് നിങ്ങൾ കയ്യിൽ മേടിക്കരുത്. ബസ്സിലിരിക്കുമ്പോൾ ഇതൊന്ന് പിടിക്കുക എന്ന് പറഞ്ഞിട്ട് കയ്യിൽ ചിലപ്പോൾ തരും. നമ്മൾ സീറ്റിലിരിക്കാൻ നിൽക്കുന്ന ഒരു ചേട്ടന്മാർ തരും. അപ്പോൾ അത് വാങ്ങിച്ച് പിടിച്ചാൽ ഒരു പക്ഷെ പിടി വീഴാൻ. കാരണം നമുക്ക് നല്ല ശമരിയക്കാരനാവാനൊക്കെ ആഗ്രഹമുണ്ടെന്നേ. ആർക്ക് ആഗ്രഹമില്ലാത്ത ഇവിടെ? നിങ്ങൾക്കെല്ലാവരും നല്ല മനസ്സുള്ള ആൾക്കാരിവിടെ. നല്ല ശമരിയക്കാരനാവാൻ നമുക്കൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്ത് അങ്ങ് ശമരിയക്കാരനായി നിന്നാൽ എന്തായി? പിടിവിടുവാൻ സാധ്യതകളുണ്ട്. അതവിടെ നിൽക്കട്ടെ. അതൊക്കെ ദൈവം നമ്മുടെ ബുദ്ധിക്കൊത്തോളം ജീവനിടയാകണം. എന്നാൽ ചില കാര്യങ്ങൾ നാം വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ഭാവിയെ നശിപ്പിക്കുന്ന ഈ സുഹൃത്ത് പറയുന്നത് പ്രകാരമാണ്. അതുവരെയും എനിക്ക് കൂട്ടുകാരുണ്ടായിരുന്നു,
എന്നാൽ എപ്പോൾ ഈ മയക്കുമരുന്നിൻ്റെ വിൽപ്പന തുടങ്ങിയോ അന്നു മുതൽ ഒരു കൂട്ടുകാരുമില്ല. ചുറ്റുപാടത്ത് ആരും എന്നോട് മിണ്ടാതിയായി. ഞാൻ ഒറ്റപ്പെട്ടവനായി. അങ്ങനെ മാനസിക സമ്മർദ്ദം അതിൻ്റെ ആ നില തെറ്റി എന്നെ ഡി അഡിക്ഷൻ സെൻ്ററിലാക്കി. ഇപ്പോൾ ഇതാ അവിടെ ട്രീറ്റ്മെൻറ്റ് പുറത്തു വന്നപ്പോൾ ഞാൻ പൈസ ചോദിച്ചപ്പോൾ ആരും തരുന്നില്ല. അങ്ങനെ എനിക്ക് എന്നെ തന്നെ മനസ്സിലായി. കാരണം ഇതിനടിമയാകുമ്പോൾ എന്നെ സഹായിപ്പാൻ ആരും ഇല്ല. ഇത് വിൽക്കുവാൻ സഹായിച്ചവരും തന്ന് സഹായിച്ചവരും ആരും എന്നെ സഹായിപ്പാൻ ഇല്ലെന്ന് താൻ ഒറ്റപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ സഹോദരൻ അതവിടെ നിർത്തി. അദ്ദേഹം പറഞ്ഞു, ഒറ്റപ്പെട്ടു എന്ന് വിചാരിച്ചപ്പോൾ ഇതിൻ്റെ ഉപയോഗം ഞാൻ നിർത്തി. അങ്ങനെ കുറച്ച് നാളുകൾ, മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ അറിഞ്ഞു ഞാനിത് ഉപയോഗിക്കുന്നില്ല, വിൽക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആളുകൾ എന്നോട് സംസാരിക്കുവാൻ, എൻ്റെ ബന്ധുമിത്രാദികൾ എൻ്റെ വീട്ടിൽ വരുമ്പോൾ സംസാരിക്കാൻ തുടങ്ങി. അവർ ഞാൻ ചോദിക്കുമ്പോൾ 50 100 അല്ലെങ്കിൽ രൂപ എനിക്ക് തരാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉപയോഗമുള്ളപ്പോൾ ലോകം കൈവിടും. അല്പസുഖമായിട്ട് മാനസിക ഒരു വല്ലാത്ത ലോകത്താണെന്നൊക്കെ ചിന്തയ്ക്ക് വരും. പക്ഷെ നമ്മുടെ വിദ്യാഭ്യാസത്തെ അത് തകർക്കും. ഇല്ലയോ? തകർക്കും. ഞാനതിൻ്റെ എൻ്റെ കുടുംബത്തിനകത്ത് ഞാനതിൻ്റെ ഒരു സാക്ഷിയാണ്. എൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠൻ്റെ 2 മക്കളും നല്ല നന്നായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരും കൊടൈക്കനാലിലെ സയൻസ് സ്കൂളിലാണ് പഠിച്ചത്. അവർ 3 മക്കളിൽ അവർ 2 പേരും ഡ്രഗ് അഡിക്ട്സ് ആയിരുന്നു. അതിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനിയനാണെങ്കിൽ ആ സ്കൂളിൽ ബ്രില്യൻ്റ് ആയിരുന്നു. ഇൻ്റർനാഷണൽ ഒരു സ്കൂളാണ്, റെസിഡൻഷ്യൽ സ്കൂളാണ്, ബ്രില്യൻ്റ് ആയിരുന്നു. അങ്ങനെ പല നിലയിൽ അവൻ്റെ ചേഷനാണെങ്കിൽ നന്നായിട്ട് ഗെയിംസും സ്പോർട്സിലേക്ക് മുന്നിൽ നിൽക്കുന്നവരാ. പക്ഷെ അവരിത് കുറേശ്ശെ ഉപയോഗിക്കാൻ തുടങ്ങി. അവസാനം അവർ നോർത്ത് ഈസ്റ്റിൽ ജനിച്ചു വളർന്നവരാ. അങ്ങനെ അവർ ചെയിന് 2 പേരെയും സ്വന്തം അപ്പൻ ചെയിനിട്ട് വീടിനകത്ത് പൂടിയിട്ടിരിക്കുക. കുറേ നാളത്തെ പരിശ്രമവും കൊണ്ട് അവരെല്ലാം എന്തു ചെയ്തു? അതിൻ്റെ ഉപയോഗത്തിൽ നിന്ന് വിട്ടു. കല്യാണവും കഴിച്ചു, കുഞ്ഞുങ്ങളായി, അവരും കല്യാണം കഴിക്കുന്ന നിലയിലായി. പക്ഷെ ഇപ്പോഴും അവരോട് എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ തലയിലൊന്ന് തട്ടണം. നമ്മളോട് വർത്താനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് റിലേ പോകും. കഴിഞ്ഞതിന് മുന്നത്തെ വർഷം അവരോട് വന്നിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ രാത്രി ഉറക്കമില്ല. ഒരാൾ ഒരു വിശ്വാസിയാണ്, പക്ഷേ ഭയമാ. രാത്രി ആരോ വരുന്നു, അറ്റാക്ക് ചെയ്യാൻ വരുന്നു, അവന് ഉറക്കമില്ല. പെട്ടെന്ന് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് അവൻ സൈലൻ്റ് ആകും. ചെറുപ്പത്തിൽ ഉപയോഗിച്ച അഡിക്ഷനായിരുന്നു, അതിൻ്റെ ഒരു പരിണത ഫലമാണ്. മറ്റൊരുവൻ അതിൽ നിന്ന് അഡിക്ഷൻ മാറി, പക്ഷെ അവൻ മദ്യപാനത്തിന് അടിമയായി. അവരുടെ ജീവിതം മുഴുവനും നശിച്ചുപോയി. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ദൈവത്തിൻ്റെ വചനം അല്പബുദ്ധികളെ എന്താക്കി തീർക്കുന്നു? കുഞ്ഞെ ജ്ഞാനിയാക്കുന്നു. ഈ അല്പബുദ്ധിയുള്ളവൻ എന്തെന്ന് ചെയ്യുന്നറിയാമോ? ജീവിതത്തെ പറ്റി ചിന്തിക്കുന്നില്ല, വരുവരായികളെ പറ്റി ചിന്തിക്കുന്നില്ല. ജീവിതത്തിൻ്റെ അവസാനം എന്താകും, അല്ലെങ്കിൽ എനിക്കൊരു ലക്ഷ്യബോധമില്ല. ഈ അല്പജ്ഞാനിയാണ് എന്നുള്ളതിന് എങ്ങനെയാണ് തെളിവ്? വളരെ ഈസിയാണ്. ലക്ഷ്യബോധം ഉണ്ടാകില്ല. എന്തുണ്ടാകില്ല? ഒരു ലക്ഷ്യമുണ്ടാവില്ല ലൈഫിനെ പറ്റി. നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ? 10ൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ലക്ഷ്യം വേണം അല്ലേ? അല്ലെങ്കിൽ 12ൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു ലക്ഷ്യം വേണം. എൻ്റെ ലക്ഷ്യം ഇതാണ്, ഈ ലക്ഷ്യത്തിലൂടെ എത്തുവാനാണ് ഞാൻ പഠിക്കുന്നത്. അല്ലാതെ കുറെ പുസ്തകം വായിക്കാനോ കുറെ പുസ്തകം ചുമ്മി നടക്കാനോ അല്ല ഞാൻ പഠിക്കുന്നത്. ആ ലക്ഷ്യബോധം വരുന്നത് എവിടെ നിന്നാ? ദൈവത്തിന്റെ ജ്ഞാനം എന്നിൽ നിറയുമ്പോഴാ. അല്പബുദ്ധിയായിരിക്കുന്നിടത്തോളം കാലം എനിക്ക് എന്തുണ്ടാകില്ല കുഞ്ഞെ? ലക്ഷ്യമുണ്ടാകുകയില്ല. എങ്ങനെയോ ജനിച്ചു, എങ്ങനെയോ ഒക്കെ ജീവിച്ചങ്ങ് പൊക്കോണം, എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചങ്ങ് പോകുമെന്ന. അങ്ങനെ അങ്ങ് ജീവിച്ചു പോകാനല്ല ദൈവം നമുക്ക് ഇവിടെ ആയുസ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ജീവിച്ചു പോയാൽ ഈ ലോകത്തിൽ മാന്യതയുണ്ടാകും. ഇല്ലേ? ഈ ലോകത്തിൽ എന്തുണ്ടാകും? മാന്യതയുണ്ടാകും. വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനും ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ യൗവനക്കാർക്ക് ഈ യൂത്ത് സൺഡേയിൽ ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ നിലയിലൊക്കെ സ്നേഹിക്കുന്നവരും ദൈവവചനത്തെ സ്നേഹിക്കുന്നവരും മാറോട് ചേർത്ത് വയ്ക്കുന്നവരുമാ. പക്ഷേ ഈ ദിവസങ്ങൾ അല്പബുദ്ധികളെ ജ്ഞാനിയാക്കുന്ന ദൈവവചനത്തെ പുറങ്കാലുകൊണ്ട് തട്ടിക്കളയുവാൻ ഇടവരാതെ അതിനെ മാറോട് ചേർത്ത് വെച്ച്, കർത്താവേ, ഈ വചനത്തിന് മുമ്പാകെ ഞാൻ കീഴ്പ്പെടുന്നെന്ന് പറയുമ്പോൾ നിങ്ങൾ ജീവിതത്തെ പറ്റി ലക്ഷ്യബോധമുള്ളവരായി തീരും. നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ പറ്റി, നിങ്ങളുടെ ഉയർച്ചയെ പറ്റി ഒക്കെ നിങ്ങൾക്ക് ലക്ഷ്യബോധം വേണം. അടുത്ത കാര്യം എന്താണ് ദൈവവചനത്തെ പറ്റി പറയാൻ? ഞാൻ എൻ്റെ വാക്കുകൾ തീർന്നില്ല. അതിന്റെ 8ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ ആജ്ഞകൾ എങ്ങനെയുള്ളതാ? അതിനകത്ത് കളവില്ല, ചതിയില്ല.
നുണയില്ല, അത് നേരുള്ളതാ, നേരും നെറിവുള്ളതാ ദൈവത്തിന്റെ വചനം. കമാൻഡ്മെന്റ്സ്, ആജ്ഞകൾ എന്നുള്ള പദമാ വചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് നേരുള്ളതാ. പിന്നെ നമുക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? അത് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. ഏതെങ്കിലും ആജ്ഞകൾ അല്ലേ, ഇപ്പൊ അമ്മയൊന്ന് കുഞ്ഞിനോട് ഒരു ആജ്ഞ കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം കാണുമോ? എല്ലേലും ഒരു അസൈൻമെന്റ് ഒന്ന് ടീച്ചർ അത് നാളെ ചെയ്തു വരണം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് പിള്ളേർ പറയുന്നത്? പിള്ളേരെന്ന് പറഞ്ഞാൽ ഞങ്ങളും പിള്ളേരായിരുന്നു. ആ സന്ദർഭത്തിൽ ഞങ്ങളും എങ്ങനെയാ പറഞ്ഞിരുന്നത്? ഇയാൾക്ക് ഇത് എന്തേന്റെ കണക്ക് ഇഷ്ടപ്രകാരം ഇങ്ങനെ തരിക, ചെയ്തു കൊണ്ടുപോവാ, എഴുതി കൊണ്ടുപോവാ, പഠിച്ചു കൊണ്ടുപോവാ. പിൽക്കാലത്ത് അത് മനസ്സിലായി. അന്ന് ഞങ്ങൾ പറഞ്ഞത് തെറ്റായിപ്പോയി. അന്ന് പല ആവർത്തി ചെയ്യുവാൻ പറഞ്ഞത് ഞങ്ങൾക്ക് പിൽക്കാലത്ത് എന്തായി? ഗുണമായി തീർന്നു അല്ലേ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണമേ, ഒരു ആജ്ഞകൾ, ഈ ദൈവവചനം ആജ്ഞയായിട്ട് അനുസരിക്കുക. 10 കമാൻഡ്മെന്റ്സ് ആജ്ഞകളാണ് അല്ലേ? കർത്താവായ യേശുക്രിസ്തു ഒത്തിരി കാര്യങ്ങൾ ആജ്ഞകളായിട്ട് കൽപ്പിച്ചിട്ടുണ്ട് ഇല്ലേ? ഉണ്ട്. അതെന്താണ്? ഹൃദയത്തെ എന്ത് ചെയ്യുന്നു എന്ന് പറയുന്നത്? സന്തോഷിപ്പിക്കുന്നു. ഹൃദയം സന്തോഷം ഇല്ലെന്ന് തോന്നുന്നുവോ, മറ്റൊരാളോട് പറയാൻ പോകണ്ട, ദൈവവചനം വായിച്ചാൽ മതി. സ്തോത്രം. കാര്യങ്ങളൊന്നും ശരിയല്ലാതെ മനസ്സ് വളരെ ദുഃഖിതരായി പ്രയാസപ്പെട്ട് ആരോടും പറഞ്ഞാൽ എനിക്കൊരു സ്വസ്ഥയും സമാധാനവും ഇല്ലല്ലോ എന്ന് ചിന്തിച്ചിരുന്ന സമയത്ത് ഒറ്റയ്ക്ക് കുത്തിയിരുന്ന ഈ പുസ്തകങ്ങൾ വായിച്ചാൽ മതി. ഹൃദയത്തെ തണുപ്പിക്കുന്നതാ വചനം, ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നതാ വചനം. ഇനി അടുത്ത വചനത്തിന്റെ പ്രത്യേകത നോക്കിയേ. ആ ഹൃദയത്തിന് മാത്രമല്ലെന്ന് ഈ വചനം, പിന്നെ എന്തിനും കൂടെയാ? കണ്ണ് എന്ത് ചെയ്യുന്നു? പ്രകാശിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ ഉദ്ദേശിക്കുന്നത് അകത്തെ മനുഷ്യൻ, ആത്മീക മനുഷ്യനെ പറ്റിയാ കേട്ടോ. ആത്മീക മനുഷ്യനെ പറ്റിയാ. കണ്ണിനും ടെസ്റ്റ് ചെയ്യാം അല്ലേ? സ്തോത്രം. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ കണ്ണാട വെച്ചു. ഞങ്ങളുടെ വീട്ടിൽ 4 പേർക്കും കണ്ണാടയാണ്. വീട്ടില് 4 പേർക്കും ഉണ്ട്. നിങ്ങളുടെ മുന്നിലൊക്കെ പിടിച്ചു നിൽക്കണേൽ നിങ്ങൾ വയസ്സനായി എന്ന് പറഞ്ഞാൽ എന്നെ തട്ടത്തില്ലേ? അതുകൊണ്ട് ഞാൻ കണ്ണാടൊക്കെ ഊരി ഇങ്ങനെ സൈഡിൽ വെച്ചിരിക്കുക. വയസ്സായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാസ്റ്റർ വയസ്സായി, ഇനി കണ്ണൊന്ന് തപ്പിയ വായിക്കുന്ന പറഞ്ഞാൽ പിന്നെ നമ്മളെ സുരക്ഷ പോകത്തില്ലേ? അപ്പോൾ അതുകൊണ്ട് കണ്ണാട അതല്ല, 4 പേരും കണ്ണാട. എന്തുകൊണ്ട്? ഈ കൊറോണ സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇത് കൂടുതലായിട്ട് ഈ അവരുപയോഗിക്കുന്ന ആ വിഷനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ആ മൊബൈലിൽ നിന്നുള്ളതായ ഇല്ലേ, ഈ മൊബൈലിന് ശേഷം ഞാൻ കൊറോണയ്ക്ക് ശേഷം ഒരാളെ കണ്ണ് കാണിക്കാൻ വേണ്ടി പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, സാറേ ശനിയാഴ്ച വന്നാൽ മതി എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എന്താ ശനിയാഴ്ച വരണേ? ശനിയാഴ്ച കുട്ടികൾക്ക് പ്രത്യേക ഡയവച്ച്. അന്നാണ് കുട്ടികൾക്ക് സ്കൂൾ അവധി. അന്ന് കുട്ടികൾ മാത്രമാണ്. ഐ വിഷൻ, പറവട്ടാനിലെ ഐ വിഷൻ എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടെയാണ്. അന്ന് മാത്രമാണ്, അന്ന് കുട്ടികൾക്ക് മാത്രമായിട്ട് സ്പെഷ്യലായിട്ട് ഞങ്ങൾ കൺസിഡർ ചെയ്ത് അവർക്ക് ചെറിയ പാക്കേജൊക്കെ ആയിരുന്നു. കാരണം അന്ന് കുട്ടികൾ ഇങ്ങനെ ഒഴുകി വരിക. ഈ കൊറോണയൊക്കെ കഴിഞ്ഞ് പിള്ളേർ മൊബൈലൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ, കാരണം ഒരുപാട് പേരുടെ കണ്ണിന് എന്ത് ചെയ്തു? അത് എഫക്റ്റ് ചെയ്തു. ഇല്ലയോ? ഉണ്ട് അല്ലേ? ഉണ്ട്. സത്യത്തിൽ ഇന്ന് ഡോക്ടറെ അടുത്തൊക്കെ പോയി വായിച്ചാൽ നമ്മുടെ കണ്ണുകൾക്കൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടെന്നേ. ദൂരെയുള്ള ബോർഡ് കാണുന്നില്ല. ഞാനും വലിയ മിടുക്കനാന്നുള്ള ചിന്തയിലായിരുന്നു. വണ്ടി ഓടിച്ചു പോയപ്പോൾ തിരിയേണ്ട സ്ഥലത്തിട്ടും ആ ബോർഡ് കഴിഞ്ഞു പോയി. എനിക്ക് തിരിയാൻ പറ്റില്ല, കാരണം ബോർഡ് നോക്കിയിട്ടൊന്നും പിടി കിട്ടിയില്ല. അപ്പോഴാണ് മനസ്സിലായത് ഇത് എവിടെയോ എൻ്റെ കണ്ണിൻ്റെ റിലേ പോയിട്ടുണ്ടെന്ന്. സ്തോത്രം. മുന്നിൽ പോകുന്ന വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് അല്ലെങ്കിൽ അതിൽ എഴുതിയിരിക്കുന്ന ബോർഡൊന്നും വായിക്കാൻ കിട്ടുന്നില്ല. അപ്പോൾ വിഷയം എവിടെയാണ്? ഇവിടെ പറയുന്നു, നമ്മുടെ അകക്കണ്ണുകളാകട്ടെ നമ്മളങ്ങ് വിശ്വസിച്ചു ഇത് പുറമേയുള്ള കണ്ണിനും. പ്രിയപ്പെട്ടവരെ, എൻ്റെ പുറമേയുള്ള കണ്ണിനും അതെന്താകുന്നു? പ്രകാശിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പാൻ കഴിയുന്നതാ അല്ലേ? സ്തോത്രം. ആ കുരുടനെ സൗഖ്യമാക്കിയ കർത്താവ് പറയുന്നു, ഞാൻ തന്നെയാ വചനം അല്ലേ? യേശു കർത്താവ് എന്താകുന്നു? വചനമല്ലേ? അതിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തെ. പിന്നെ എന്താണ് പറയുന്നത്? വചനം ദൈവമായിരുന്നു. അപ്പോൾ യേശു കർത്താവ് കുരുടനെ സൗഖ്യമാക്കിയെങ്കിൽ ഇന്ന് വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ, എന്റെ കണ്ണുകളെ പ്രകാശിപ്പാൻ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പാൻ ഈ വചനത്തിന് കഴിയുമല്ലോ. ഈ വചനം അവരുടെ ജീവിതത്തിൽ ഒന്ന് ക്രിയ ചെയ്യട്ടെ, ഒന്നൊന്ന് പറയുവാനിടയാകട്ടെ. അടുത്ത വാക്യം എന്താണ്? യഹോവയുടെ വിധികൾ അതെങ്ങനെയുള്ളതാണ്? 5ാമത്തെ കാര്യമാണ്, അത് സത്യമായത്. അതെന്ത് ചെയ്യുന്നു? അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. അതിനകത്ത് കലർപ്പില്ല.
അപ്പോൾ ദൈവവചനത്തിന് ചില പ്രത്യേകതകളെ പറ്റി പറഞ്ഞു. ഹൃദയത്തിനുള്ളതും ജ്ഞാനം വരുവാൻ, ന്യൂറോ, സൈക്കോ, ഈ ഘട്ടങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നത് ഹൃദയത്തിന് സംബന്ധമായത്. അപ്പോൾ എന്തുണ്ട്? കാർഡിയക് ഉണ്ട്, ന്യൂറോളജി ഉണ്ട്, ENT ഉണ്ട്. സകലതിനും ഈ ദൈവവചനം പ്രാപ്യമായ ദൈവവചനമാണ്. ഈ നമ്മൾ പ്രാരംഭമായിട്ട് അലക്സ് പറഞ്ഞു, നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച കാര്യമൊക്കെ പറഞ്ഞു. നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചത് മാത്രമല്ല ദൈവവചനം, നമ്മെപ്പോലെ ചെറിയ ഒരു മനുഷ്യനെ സൃഷ്ടിച്ചതിലും ഈ ദൈവവചനത്തിന് പ്രത്യേകതയുണ്ട്. അതുകൊണ്ടല്ലേ ദാവീദ് പറയുന്നത്, എന്നെ വെട്ടിയെടുത്ത ഗരികർപ്പണിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയോ അത്ഭുതകരമായി ദൈവം എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവവചനം നമ്മുടെ ശരീരത്തിനും നമ്മുടെ ആത്മാവിനും നമ്മുടെ മനസ്സിനും ആമേൻ ഹല്ലേലൂയ നന്മയ്ക്ക് കാരണമായതാണ്. എന്നാൽ ഇതിൽ നിന്ന് തികച്ച് മുന്നോട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം, യൗവനത്തിൽ നിൽക്കുന്നെന്ന് മാത്രമല്ല, സഹോദരി സഹോദരങ്ങളാകട്ടെ, ജീവിതത്തിൻ്റെ ഏത് യാത്രകളാകട്ടെ, അവിടെയെല്ലാം എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഹൃദയത്തിന് എന്ത് വേണം? സന്തോഷം വേണം, അല്ലേ? ലോകത്തിലെ എല്ലാ സർവ്വസമ്പത്തും ഉണ്ടായിട്ടും ഹൃദയത്തിന് സന്തോഷമില്ലെങ്കിലോ? ഹൃദയത്തിന് സന്തോഷം വേണ്ടാത്തൊരു ആരെങ്കിലും ഉണ്ടോ? കൈ നോക്കിയേ. എനിക്കൊന്ന് പ്രത്യേകം ഒരു സർവേ നടത്താൻ വേണ്ടിയാണ്, ഒരു കൺസൾട്ടേഷന് വേണ്ടിയാണ്. എന്തുകൊണ്ടാണ് ഹൃദയത്തിന് സന്തോഷം വേണ്ട എന്ന് പറയുന്നത്? നമുക്ക് എല്ലാവർക്കും ഹൃദയ സന്തോഷം. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് നല്ല മാർക്ക് മേടിക്കുമ്പോൾ ഹൃദയത്തിന് സന്തോഷമായി, അപ്പൻ്റെയും അമ്മയുടെയും ഹൃദയം സന്തോഷിക്കും, അപ്പൊ ഡബിൾ സന്തോഷമായി. മക്കൾക്ക് നല്ല ജോലി കിട്ടി, അല്ലെങ്കിൽ നല്ല കോഴ്സിന് അവർക്ക് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടി, പപ്പയുടെ 5 പൈസ ചെലവിടാതെ അവർക്ക് അഡ്മിഷൻ കിട്ടിയെന്ന് പറയുമ്പോൾ അപ്പനും അമ്മയ്ക്കും മാത്രമല്ല, അവർ ദേശത്തുള്ള എല്ലാവർക്കും സന്തോഷമാവും, അല്ലേ? അവരുടെ കുടുംബത്തിൽ എല്ലാവർക്കും സന്തോഷമാവും. എടി അന്നാടെ മോള് കണ്ടില്ലേ, അവൾക്ക് MBBS തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ സീറ്റ് കിട്ടിയെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നമ്മുടെ മക്കൾക്ക് കിട്ടുമ്പോഴോ അതൊന്നും വേണ്ട പാസ്റ്ററെ, മെഡിക്കൽ കോളേജിൽ പാസ്റ്ററെ ഇനി അങ്ങോട്ടൊന്നും പോകണ്ട. ഇല്ല, ഇവിടെ ഇരിക്കുന്നവരൊക്കെ കഴിവുള്ളവരാ, കഴിവുണ്ടെന്ന്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പുസ്തകം നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ചാൽ മതി. ഇവിടെ സർക്കാർ റിസർവ് ചെയ്ത സീറ്റൊക്കെ നിങ്ങൾക്കുള്ളതാ. വിശ്വസിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊന്ന് സ്വതന്ത്രം പറഞ്ഞേ. പോരാ, ആ വിശ്വാസമൊന്നും പോരെന്നേ. സർക്കാർ റിസർവ് ചെയ്തിരിക്കുന്ന സീറ്റ് ദൈവമക്കൾക്കാകട്ടെ എന്നൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. 5 പൈസ കൊടുക്കാതെ 10ഉം 12ഉം വരെ അപ്പായും അമ്മായും കഷ്ടപ്പെട്ട് എന്നെ പഠിപ്പിച്ചു. ഇനി ഞാൻ പഠിക്കുന്നത് 5 പൈസ കൊടുക്കാതെ സർക്കാർ തരുന്ന സ്കൂളിലാണെന്നുള്ളൊരു ബോധ്യം വേണം. സമയമുണ്ട്. +2 എഴുതുന്നവർക്കൊക്കെ സമയമുണ്ട്, +1കാർക്കും സമയമുണ്ട്, 10ാം ക്ലാസ്സുകാർക്കും സമയമുണ്ട്. കുത്തിയിരുന്ന് ഈ പുസ്തകം പഠിച്ച്, കർത്താവേ ഇത് ഞാൻ ഒരു പൊട്ടനെ പോലെ ഞാൻ വിശ്വസിക്കുന്നെന്ന് പറയാൻ എത്ര കുഞ്ഞുങ്ങൾക്ക് പറ്റും? ഇതിലെഴുതിയിരിക്കുന്നത് ഞാനൊരു പൊട്ടനെ പോലെ വിശ്വസിച്ചു കൊള്ളാം. അപ്പാ നീ അരുളി ചെയ്യണമേ, അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? യിരെമ്യാവ് പറഞ്ഞെന്താണ്? നീ അരുളി ചെയ്യണമേ, ഞാനിതാ നിന്റെ മുമ്പിൽ നീ അരുളി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അത് കേൾക്കാൻ എനിക്ക് മനസ്സുണ്ടെന്ന് പറഞ്ഞ് അതിനൊത്തോണം ജീവിതത്തെ ക്രമീകരിച്ചു കഴിഞ്ഞപ്പോൾ അത് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾക്കും ദൈവം സമൃദ്ധി നൽകുവാൻ കുഞ്ഞുങ്ങളെ കഴിയും. നിങ്ങളാണ് ഈ സഭയെ ഭരിക്കേണ്ടത്. വരും ദിവസങ്ങളിൽ ഇവിടുത്തെ കമ്മിറ്റിക്കാരും പാസ്റ്റർമാരൊക്കെ മാറും, സ്തോത്രം. കർത്താവ് വന്നില്ലെങ്കിൽ നിങ്ങളാണ് ഇവിടെ ഉറച്ചു നിന്ന് സങ്കീർത്തനം പറയേണ്ടതും ഈ സഭയെ നടത്തേണ്ടതും ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതും ഇതിനെ വിശാലമാക്കേണ്ടത് നിങ്ങളാണ്, അല്ലേ? പുറത്തൊക്കെ പോയി നേഴ്സൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഡോക്ടറൊക്കെ ആയിട്ട് കാശ് ഇങ്ങോട്ട് അയച്ചോണം, സഭയെ വളർത്തിക്കോണം, ഉദ്യോഗം ഭരിച്ച് നിങ്ങളൊക്കെ ഇതിന് സഭയെ പണിയണം, വേണ്ടേ? പാസ്റ്റർമാരായിട്ട് എന്ത് ചെയ്യണം? ഈ വെള്ള ഷർട്ട് ഇട്ടേച്ച് ജോലി ഇടുമ്പോൾ ഈ വെള്ള ഷർട്ടൊക്കെ മാറ്റി ഇനി തോന്നിയ പോലെയല്ല, ഇനി ഈ വെള്ള ഷർട്ട് ഇട്ട് സെമിനാരിലൊക്കെ പോയി പഠിക്കണം. നല്ല 1ാം ക്ലാസ് സെമിനാരിൽ പോയി പഠിക്കാൻ താല്പര്യമുള്ളവരിവിടെ വേണം. നിങ്ങളാണ് സഭയെ മുന്നോട്ട് നടത്തേണ്ടത്. ഞങ്ങളൊക്കെ കാറ്റ് എപ്പോഴാണ് പോകാമെന്ന് പറയാൻ പറ്റില്ല. പലവിധ അസുഖങ്ങളൊക്കെ ഞങ്ങൾക്ക് സന്തത സഹചാരികളായിട്ടുണ്ട്. പക്ഷെ നിങ്ങളാണ് ഈ സഭയെ നട്ടല്ലായി നിലനിർത്തേണ്ടവർ. അതുകൊണ്ടാണ് യൂത്ത് സൺഡേ എന്നുള്ളത് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് കേട്ടോ. എന്തിനാണ്? ഭൗതിക ശുശ്രൂഷയല്ല, ആത്മീക ശുശ്രൂഷ നിങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാൻ. നിങ്ങൾക്ക് മനസ്സിലായോ? ആത്മീക ശുശ്രൂഷ നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുവാൻ, അതിനുള്ളൊരു യോഗ്യത നിങ്ങൾക്ക് ഉണ്ടാകുവാനും ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. ദൈവത്തിനായി സഹായിക്കട്ടെ. കുഞ്ഞുങ്ങൾ എല്ലാവരും നമ്മൾ ചെയ്തു വരുന്ന പോലെ ദിവസങ്ങളിൽ എഴുന്നേറ്റ് സാക്ഷ്യം പറയുവാനായിട്ട് സമയങ്ങൾ വേർതിരിക്കാം. എത്രയോ ആശങ്ങൾ എന്നെ ചുറ്റും വന്നാലും